Hello YouTube, Namaskaram. This is Nandan and welcome back to Bald and Beard Vlogs. ബറോസ് ഡയറക്റ്റഡ് ബൈ നമ്മുടെ സ്വന്തം ലാലേട്ടൻ, മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ. സോ ഈ ബറോസിന്റെ കുറെ അപ്ഡേഷൻസ് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ക്ലിംസ്, അതിന്റെ പോസ്റ്റർ കാര്യങ്ങൾ, ചെറിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ. അതിന്റെ മോഹൻലാലിന്റെ നമ്മുടെ ലാലേട്ടന്റെ പ്രത്യേകത ഒരു ലുക്കും കാര്യങ്ങളും എന്നെ പോലെ തന്നെ താടി മൊട്ടയിലായിട്ട് ഒരു പ്രത്യേക ലുക്കിലൊക്കെ കാര്യമാണ്. ആൻഡ് അതിന്റെ ഇപ്പോ അതിൽ ഇറങ്ങിയിട്ടുള്ളത് ബിഹൈൻഡ് ദ സീൻ, ഒരു 3 മിനിറ്റോളം വരുന്ന ബിഹൈൻഡ് ദ സീൻ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. സന്തോഷ് ശിവനാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ, ക്യാമറ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സന്തോഷ് ശിവന്റെ വർക്ക് നമുക്ക് അറിയാലോ ഏത് രീതിയിലുള്ളതാണ്. ആൻഡ് ഇത് കുറെ ഹോളിവുഡ് ടെക്നീഷ്യൻസും കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ ഇതില് ക്രൂ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് പൃഥ്വിരാജ് ഇതിലുണ്ട്, പിന്നെ ഒഴികെ പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ലാലേട്ടന്റെ ആദ്യത്തെ ഡയറക്ഷൻ ആണ്. ആൻഡ് ഇതിൽ എന്താ പറയുക, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഒരു നിധികാക്കുന്ന ഭൂതം, അങ്ങനെയൊക്കെയാണ് ഈ ഒരു പടത്തിന്റെ ആ ഒരു ലെവല്. പിന്നെ 3D-യിലുമാണ് പടം ഇറങ്ങുന്നത്. സോ ഇതിന്റെ ബിഹൈൻഡ് ദ സീൻ നമുക്ക് നോക്കാൻ വന്നിട്ടുണ്ട്, എങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക്. സോ ഒട്ടും ടൈം വേസ്റ്റ് ഇല്ല, ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ലാലേട്ടൻസ് ബറോസ് BTS. Guys, let's watch Baros, directed by one and only Mohanlal here. ആശീർവാദ് കൂട്ടട്ടെ. ലാലേട്ടന്റെ ആനിമേഷൻ കാക്കുന്ന ഭൂതം ഈ കൊടുക്കുന്നേ ആന്റണി പെരുമ്പാവൂർ. നമ്മള് വിദേശത്താണ് ഷൂട്ടിങ്. സന്തോഷ് ശിവൻ. ആദ്യമായിട്ട് കാണുന്നില്ല. ഡയറക്ഷൻ അസറുന്നുണ്ട്. എത്ര ആൾക്കാരല്ലേ, കുറെ വിദേശ നടന്മാരും നടിമാരൊക്കെ ഉണ്ട്. നാളെ ഫുള്ള് മൊട്ട അടിച്ചിട്ട് താടി അത് ഒറിജിനൽ ആണെന്നോ കുറച്ച് സെറ്റായിരുന്നു. Radian Natashwaram, composer songs. വലിയ പയ്യനാണല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഉള്ള ആൾക്കാരെ ഇറക്കിയിട്ടാ. ഓ സെറ്റ് ഒരു രക്ഷയില്ല. ഹോളിവുഡാ. ഓ directed by Mohanlal. Baros CD. വേറെ ഒന്നും കാണിച്ചില്ല, റിലീസ് കാര്യങ്ങളൊന്നും അയച്ചില്ല, നോ അപ്ഡേഷൻ. ഗൈസ്, ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഒരു ഹോളിവുഡ് ലെവലില് ഹോളിവുഡ് ടച്ച് സിനിമയിൽ കാണുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോന്റെ കമന്റുകൾ വായിച്ചാൽ അറിയാം, എല്ലാവരും നല്ല പോസിറ്റീവ് കമന്റ്സ്. സംഭവം ഇருக்கு, എന്തൊക്കെയോ സംഭവം ഇருக்கு, വെറുതെ അല്ല. ഈ ബറോസ് എന്ന് പറഞ്ഞ സിനിമ 3D ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ്
ഇത് കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലായിരിക്കും എടുക്കുന്നത്. ബിക്കോസ് നമ്മൾ ഈ ഫാന്റസി മൂവീസ് എന്നൊക്കെ കണ്ടിട്ടില്ലേ, എൽസയുടെ മറ്റൊരു പടം ഉണ്ടല്ലോ, എന്താണ് എൽസ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ കാർട്ടൂൺ ലെവല്. ഇത് അതേപോലെ ഒരു കാർട്ടൂൺ ലെവൽ അല്ലെങ്കിൽ കൂടി ഇതൊരു എന്താണ് നിധി കാക്കുന്ന ഭൂതം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് പിക്ചേഴ്സ് ഉണ്ട് അല്ലെ, പഴയ കാലം, അല്ലെങ്കിൽ അവിടെ ഒരു നിധി കാക്കുന്ന ഒരു ഭൂതം, അപ്പോ ഒരു ഫാന്റസി ജേണി, അങ്ങനെയൊക്കെ നമ്മൾ ഈ ജുമാൻജി എല്ലാം പോലെ, ഹോളിവുഡിലെ ജുമാൻജി എല്ലാം പോലത്തെ അത്തരത്തിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് 3Dയിലും കൂടി ആവുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മളെ മലയാളത്തില് ഇത്തരത്തിലുള്ള പടങ്ങളൊക്കെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. പക്ഷെ 3Dയിൽ വരുമ്പം ആൻഡ് പുതിയ ട്രെയിലറും അതിന്റെ ടീസറൊക്കെ വരുമ്പോഴേ നമുക്ക് എന്തായാലും പറയാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ പറയാൻ പറ്റും, നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ലാലേട്ടന്റെ ഫസ്റ്റ് ഡയറക്ഷന്റെ സംരംഭമാണ്. സോ അതിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്നൊന്നും യാതൊരു പിടിയില്ല. പക്ഷെ ഈ ഒരു ബിഹൈൻഡ് ദ സീൻ കണ്ട സമയത്ത് എന്താണ് നല്ല പ്രൊഫഷണൽ സംഭവമാണ്. ടെക്നീഷ്യൻസ്മാർ കുറേ ആൾക്കാർ പുറത്തുനിന്ന്, അത് ഹോളിവുഡിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കുറെ ക്രൂ ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് നമ്മളെ ടീമും കൂടി ആവുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും മലയാളത്തിലെ ഒരു എന്താണ് ഒരു ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു പരീക്ഷണ ചിത്രമൊക്കെ ആയിട്ടാണ് ഇത് കാണുന്നത്. സോ നമുക്ക് പ്രതീക്ഷയുണ്ട്. എന്തായാലും ലാലേട്ടന്റെ പ്രതീക്ഷയുണ്ട്, ബറോസിലെ പ്രതീക്ഷയുണ്ട്. ആൻഡ് നമുക്ക് ഇതിന്റെ ടെക്നീഷ്യൻസ്, ഞാനൊക്കെ അറിയില്ല ഇതൊക്കെ ആരൊക്കെയാണ് ഇതിലുള്ളത്. സോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന്റെ പേരെങ്കിലും പറയാതെ പോയാലും നമുക്കൊരു ഇതല്ലേ. മൂവി ബറോസ്, ഡയറക്ടർ മോഹൻലാൽ, പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ, DOP സന്തോഷിയാണ്. സന്തോഷിയുടെ DOP നമുക്ക് അറിയാലോ എങ്ങനെയാന്ന്. സോ ക്രിയേറ്റീവ് ഹെഡ് AK രാജീവ് കുമാറാണ് ഇതിന്റെ ക്രിയേറ്റീവ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നത്. ആർട്ട് സന്തോഷ് രാമൻ, എഡിറ്റർ B അജിത് കുമാർ, BGM മാർക്ക് കില്യൻ, നമ്മൾ നേരത്തെ കണ്ടു USA, മാർക്ക് കില്യൻ, മ്യൂസിക് ലഡ്യാൻ നദാശ്വറാം, സ്റ്റൺസ് ജക്രീത് കങ്കോഡ് പഞ്ച്ന. എന്റെ മോനെ, തായ്ലാന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തായ് ആ സംഭവമായിരിക്കും വരുന്നത്, കുംഫു സംഭവമായിരിക്കും വരുന്നത്, തായ്ക്കൊണ്ടെ ആ സംഭവമായിരിക്കും വരുന്നത്. ആൻഡ് സൗണ്ട് ഡിസൈനർ ജൊനാത്തൻ മില്ലർ, VFX സൂപ്പർവൈസർ ബ്രെൻലി കാറ്റ്മാൻ, അങ്ങനെ ഡയലോഗ് കലാവൂർ രവികുമാർ, ഒരു രക്ഷയില്ല. മേക്കപ്പ് ഗുരുപ്രീത് കൗർ, ഓക്കെ. കൊറിയോഗ്രഫി ബൃന്ദ പ്രസന്ന, VFX പ്രൊഡ്യൂസർ അജയ്. നല്ലൊരു ടീമാണ്, വേഗമല്ല പ്രൊഫഷണൽ ടീമാണ് സംഭവം. അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ലാലേട്ടന്റെ ഒപ്പരം. സോ എന്തായാലും പ്രതീക്ഷക്ക് യാതൊരു കുറവും ഞാൻ വെക്കുന്നില്ല. ബിക്കോസ് നമുക്ക് നോക്കി ഇനി ട്രെയിലറും കാര്യങ്ങളൊക്കെ വരട്ടെ. ആൻഡ് ലെറ്റ്സ് വെയിറ്റ് ഫോർ ബറോസ് ആൻഡ് ലാലേട്ടൻ. താങ്ക് യു ഗൈസ്.